ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രേസി PSC ലേണേഴ്സ്. ഈ വീഡിയോയിൽ പറയുന്നത് ഭിന്നസംഖ്യകൾ എന്ന പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: 11/6, 8/3, 21/16, 9/4, 12/7 ഇവയിൽ വലുത് ഏത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ട സാധാരണ കുട്ടികൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11നെ 6 കൊണ്ട് ഹരിച്ച് നോക്കും, എന്നിട്ട് പോയിൻ്റെല്ലാം ഇട്ടിട്ട് ഒരു ഉത്തരം കിട്ടും, അടുത്തതിനെ ഹരിച്ച് നോക്കും. പക്ഷെ അങ്ങനെയൊന്നും ഒരിക്കലും എക്സാമിന് ചെയ്യരുത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ടാവും. അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. 6 എത്ര കൂട്ടുമ്പോഴാണ് 11 ആവുന്നത്? +5 ചെയ്തപ്പോൾ. ഇവിടെയാണെങ്കിലോ 3 + 5 ചെയ്തപ്പോഴാണ് 8 ആവുന്നത്. 16 + 5 ചെയ്തപ്പോൾ 21. 4 + 5 ചെയ്തപ്പോൾ 9. 7 + 5 ചെയ്തപ്പോൾ 12. എല്ലാവരും 5 വെച്ച് കൂട്ടി എഴുതിയിരിക്കുകയാണ്. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഛേദത്തിനോട് കൂടി 5 കൂട്ടിയിട്ടാണ് അംശം എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ട്രിക്കുണ്ട്. ഇതെന്ത് ഭിന്നമാണ്? വിഷമ ഭിന്നമാണ്. വിഷമ ഭിന്നം എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർ ഫസ്റ്റ് വീഡിയോ കാണുക, അതിൽ പറഞ്ഞിട്ടുണ്ട്. ഭിന്നസംഖ്യകളുടെ പാർട്ട് 1 എന്ന വീഡിയോ കാണുക. ഈ വിഷമ ഭിന്നം വരികയാണെങ്കിൽ വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യ അടങ്ങിയ നമ്പറായിരിക്കും. ചെറിയ സംഖ്യ അടങ്ങിയതായിരിക്കും. അതുപോലെ ചെറുത് എന്ന് പറയുമ്പോൾ, ചെറിയ നമ്പർ എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, വലിയ സംഖ്യ അടങ്ങിയത്. വിഷമഭിന്നം എന്ന് പറയുമ്പോൾ മുകളിലുള്ള ഇതായിരിക്കും കൂടുതൽ. അങ്ങനെയുള്ള വിഷമഭിന്നങ്ങളാണ് വരുന്നതെങ്കിൽ വലിയ നമ്പർ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ സംഖ്യ അടങ്ങിയതായിരിക്കും. അതുപോലെ ചെറിയ നമ്പർ കാണാൻ പറഞ്ഞാൽ വലിയ സംഖ്യ അടങ്ങിയതായിരിക്കും. അപ്പോൾ ഇതിൽ ആണെങ്കിൽ വലിയ നമ്പർ ഏതായിരിക്കും? ഇതിൽ വലിയ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ചെറിയ സംഖ്യ അടങ്ങിയത്. ചെറിയ സംഖ്യ അടങ്ങിയത് എന്ന് പറയുമ്പോൾ ഇതിലിപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ വരുന്നത് 8ഉം 3ഉമാണ്. 9/4 ബാക്കിയെല്ലാം അതിനേക്കാൾ വലുതാണ്. 11/6, 12/7, 21/16. ഇതാണ് ഏറ്റവും ചെറിയ നമ്പേഴ്സ് അടങ്ങിയതുമായിട്ട് വരുന്നത്. അപ്പോൾ 8/3 വലിയ സംഖ്യയായി വരുന്നത്. ഇനി ഇതിലും വലുതേതാണ് വരിക? 8/3 കഴിഞ്ഞാൽ 8നേക്കാൾ വലുതായിട്ട് വരുന്നത് 9/4. ഇനി ഇതിനേക്കാൾ വലുത് വരുന്നത് 11/6. ഇതിനേക്കാൾ വലുത് വരുന്നത് 12/7. ഇതിനേക്കാൾ വലുത് വരുന്നത് 21/16. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പലതരത്തിൽ ഇത് ചോദിക്കുക. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കുക ഏറ്റവും വലിയ നമ്പർ ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്, അല്ലെങ്കിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക, അവരോഹണ ക്രമത്തിൽ എഴുതുക. അങ്ങനെ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് ഈ ഒരു കാര്യം പഠിച്ചു വെച്ചാൽ ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഏതാണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുത്ത് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വലിയ നമ്പർ ഏതാണെന്ന്. വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ചെറിയ സംഖ്യ അടങ്ങിയതാണ് വലിയ നമ്പറായി വരുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം. വിഷമഭിന്നമാണ് വരുന്നതെങ്കിൽ, അതുപോലെ അംശം ഛേദത്തിനേക്കാൾ എത്രയെങ്കിലും ഒരു സെയിം നമ്പർ കൂട്ടി എഴുതി പോയിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ഛേദത്തിനോട് കൂടി 5 കൂട്ടി എഴുതിയിരിക്കുകയാണ്. അതാണ് അംശമായിട്ട് വരുന്നത്. ഇങ്ങനൊരു മോഡൽ ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ വലിയ നമ്പർ എന്ന് പറയുന്നത് ചെറിയ സംഖ്യയും ചെറിയ നമ്പർ എന്ന് പറയുന്നതും വലിയ സംഖ്യയുമായിരിക്കും. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ബൈ ഹാർട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ, അല്ലാതെ പോയിൻ്റെല്ലാം ഇട്ട് ഹരിച്ച് എഴുതി കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഈ ഒരു മോഡലിൽ തന്നെ ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചത് വലിയ നമ്പർ ഏതാണ്. അപ്പോൾ ആൻസർ എന്താണ് വരിക? 8/3. ഇനി ചെറിയ നമ്പറാണ് ചോദിച്ചിരുന്നതെങ്കിൽ ആൻസർ വരിക
21/16. അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ എടുത്ത് എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 7/9, 3/5, 11/13, 15/17 ഇവയിൽ ചെറുതേത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണെങ്കിലും നമ്മൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ 7 +2 ആണ് ചെയ്തിരിക്കുന്നത്. 2 കൂട്ടി എഴുതി. ഇവിടെയാണെങ്കിലും 3 2 കൂട്ടി എഴുതി. ഇവിടെയാണെങ്കിൽ 11 2 കൂട്ടി എഴുതി. ഇവിടെയാണെങ്കിൽ 15 2 കൂട്ടി എഴുതി. അപ്പോൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ നേരെ ഓപ്പോസിറ്റ്. നേരത്തെ ഛേദത്തിനോടൊപ്പം അടിയിലുള്ള നമ്പറിനോടൊപ്പമാണ് കൂട്ടി എഴുതിയത്. ഇവിടെയാണെങ്കിൽ മുകളിലുള്ള നമ്പറിനോടൊപ്പം കൂട്ടി എഴുതിയിരിക്കുന്നു. അതായത് ഇത് ഏത് ഭിന്നമാണെന്ന് നമുക്ക് കണ്ടാലറിയാം. സാധാരണ ഭിന്നമാണ്. സാധാരണ ഭിന്നം എന്ന് പറയുമ്പോൾ മുകളിലുള്ള നമ്പേഴ്സ് ആയിരിക്കും ചെറുതായിട്ട് വരിക. ഈ സാധാരണ ഭിന്നമാണ് വരുന്നതെങ്കിൽ വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ, വലിയ നമ്പർ കാണാൻ പറഞ്ഞാൽ വലിയ സംഖ്യകൾ അടങ്ങിയിട്ടുള്ള നമ്പേഴ്സ്, ആ ഭിന്നസംഖ്യ ആയിരിക്കും വലിയ നമ്പറായിട്ട് വരിക. അതുപോലെ ചെറിയ നമ്പർ എന്ന് പറയുമ്പോൾ ചെറിയ സംഖ്യ അടങ്ങിയതായിരിക്കും. സാധാരണ നമ്മൾ പറയുന്നത് പോലെ സാധാരണ ഭിന്നം വരികയാണെങ്കിൽ വലുത് എന്ന് പറയുന്നത് വലിയ സംഖ്യകൾ അടങ്ങിയത്, ചെറുത് എന്ന് പറയുന്നത് ചെറിയ സംഖ്യകൾ അടങ്ങിയത്. അപ്പോൾ ഇവിടെ വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ വലിയ നമ്പർ എന്ന് പറയുമ്പോൾ വരുന്നത് വലിയ സംഖ്യകൾ അടങ്ങിയത്. ഇവിടെ വലുതെന്ന് പറയുന്നത് 15 17 അടങ്ങിയ ഈ നമ്പറാണ് വലിയ നമ്പറായിട്ട് വരുന്നത്. അതുപോലെ ചെറുത് എന്ന് പറയുമ്പോൾ വരുന്നത് ഏതായിരിക്കും? ചെറിയ സംഖ്യകൾ അടങ്ങിയത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ നമുക്കറിയാം 3/5 ചെറിയ നമ്പേഴ്സ് അടങ്ങിയ സംഖ്യയായിട്ട് വരുന്നത്. അപ്പോൾ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 3/5. ഇവിടെ നമ്മളോട് ഈ നമ്പേഴ്സിൽ ചെറുത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ 3/5. ഇനി ഇത് ചില സമയത്ത് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചെറുതിൽ നിന്ന് നമ്മൾ വലുതിലേക്ക് എഴുതുകയാണെന്ന് വിചാരിക്കുക. 3/5. അത് കഴിഞ്ഞിട്ട് അതിനേക്കാൾ വലുത് വരുന്നത് അടുത്തത് 7/9. അത് കഴിഞ്ഞിട്ടുള്ളത് വരുന്നത് ഇതിനേക്കാൾ വലുത് 11/13. അത് കഴിഞ്ഞിട്ട് വരുന്നത് 15/17. ചില സമയത്ത് ഇങ്ങനെയും ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഇങ്ങനെ ഓർഡറാക്കി അതിൻ്റെ 4 ഓപ്ഷൻ തന്നിട്ട് അങ്ങനെ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഏതാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ നോക്കി ആൻസർ എഴുതുക. ഇവിടെ ചെറുതാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആൻസർ 3/5 വരുന്നത്. അപ്പോൾ ഒരു കാര്യം മാത്രം ഓർത്ത് വയ്ക്കണം. സാധാരണ ഭിന്നമാണ് വരുന്നതെങ്കിൽ വലിയ നമ്പേഴ്സ് അടങ്ങിയിട്ടുള്ള ഭിന്നമാണ് വലിയ ഭിന്നസംഖ്യയായിട്ട് വരിക. അതുപോലെ ചെറിയ നമ്പേഴ്സ് അടങ്ങിയ ഭിന്നമാണ് ചെറിയ ഭിന്നസംഖ്യയായിട്ട് വരിക. അതുപോലെ വിഷമഭിന്നമാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. വിഷമഭിന്നമാണ് വരുന്നതെങ്കിൽ വലിയ നമ്പർ എന്ന് പറയുന്നത് ചെറിയ സംഖ്യകൾ അടങ്ങിയിട്ടുള്ള ഭിന്നസംഖ്യയാണ്. അതുപോലെ ചെറിയ നമ്പറായിട്ട് വരിക വലിയ നമ്പർ അടങ്ങിയിട്ടുള്ള ഭിന്നസംഖ്യയാണ്. അത് തെറ്റിപ്പോകരുത്. വിഷമഭിന്നമാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ. അതുപോലെ സാധാരണ ഭിന്നമാണെങ്കിൽ ഈ ഒരു പോയിൻ്റ്, ഈ 2 പോയിൻറ്റ്സും നോട്ട് ചെയ്ത് വെക്കുക. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് തന്നെ ആൻസർ എഴുതാൻ പറ്റും. അധികം സമയമൊന്നും കളയണ്ട. അതല്ലാതെ ഇങ്ങനെ 7/9 അങ്ങനെ ഹരിച്ചൊന്നും ആൻസർ ചെയ്യാൻ നിൽക്കരുത്. ഒരുപാട് സമയം നഷ്ടപ്പെടും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ 2 പോയിൻറ്റ്സും ബൈ ഹാർട്ടായിട്ട് പഠിക്കുക. എന്നിട്ട് ഇതുപോലെയുള്ള വേറെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ക്രേസി PSC ലേണേഴ്സ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.